ബഹുമാനം നിറഞ്ഞ ജ്യേഷ്ഠന്മാരെ, കണ്ടീര് ജ്യേഷ്ഠന്മാരെ, അനുജന്മാരെ, കുടുംബത്തിലെ പെങ്ങന്മാരെ, മറ്റുള്ള കുടുംബക്കാരെ, അസ്സലാമു അലൈക്കും. പുത്തലത്ത് കുടുംബസംഗമത്തിൻ്റെ പത്രികാ സമൂഹത്തിൻ്റെ വേളയിലാണ് നമ്മളുള്ളത്. പക്ഷേ നമ്മളെ വല്യാപ്പ വല്യമ്മ, എനിക്കറിയാവുന്നത് വല്യാപ്പ വല്യമ്മൻ്റെ ഒരു കഥ മാത്രമേ എനിക്ക് അറിയുള്ളൂ. പക്ഷേ അവിടുന്ന് അങ്ങോട്ട് പുത്തലത്തെത്തിയത് ഞാനിപ്പോഴാണ് അറിയുന്നത്. പക്ഷെ അതിൻ്റെ ഏട്ടന്മാരും അഞ്ചന്മാരും ഉള്ളതും അതും ഇപ്പോഴാണ് അറിയുന്നത്. പക്ഷെ എന്നിരുന്നാലും അവരെ കാര്യത്തിൽ വല്യമ്മൻ്റെ വീട് ചെറുവാടിയാന്ന് പറയുന്നത് അത് നമുക്ക് വല്ലാതെ പരിചയമില്ല. വല്യാപ്പൻ്റെ ആണ് ഇപ്പോൾ പറയുന്നത് പുത്തലത്ത് കുടുംബമാണെന്നുള്ള അതും അറിയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മളെ പുലക്കത്തുള്ളത് ഇപ്പോൾ നമ്മളെ അറിയുന്നത്. ഏതായാലും എന്നിരുന്നാലും അവിടുന്ന് അങ്ങോട്ടുള്ള യാതൊന്നും എനിക്കറിയില്ല. അവർ ഏട്ടനും അനുജനും മക്കളും ഒക്കെ അരിക്കൂട്ടാനെന്നുള്ളത് പറയുന്നത് കേൾക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഓരുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അറിവുമില്ല. പക്ഷെ 4 ആളാന്ന് ഇപ്പോൾ ഇവിടുന്ന് പറയുന്നുണ്ട് അനുജന്മാരെ. അതിപ്പോൾ അവരുമായിട്ട് കൂട്ടബന്ധത്തിൽ കൂടുക എന്ന് പറഞ്ഞാൽ കൂടിയിരിങ്ങൾ ഒരു മുഖത്തോട് മുഖം ഒന്ന് കാണൽ സന്തോഷമുള്ളൊരു കാര്യമാണല്ലോ. പിന്നേക്കൊന്ന് മനസ്സിലാവും. അരീക്കോട് ചെന്നാൽ ഇന്ന ആളാന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അത് അറിയണമെങ്കിൽ ഇവിടെ ഒന്ന് കൂടിയിരുന്ന് സംസാരിച്ചെങ്കിലല്ലേ ഇതൊക്കെ അറിയുള്ളൂ. അതിനാണ് ഈ സംഗമം വരുത്തിച്ച് കൂടിയത്. നമ്മളെ ഇതിനെ ഇടപെട്ട നമ്മളെ കുട്ടികൾ മാത്രമേ അപ്പോൾ ഇതിനകത്തുള്ളത്. അവർ ഒന്നായിട്ട് നമ്മളിപ്പോൾ 2007 നടത്തി, വലിയ സംഘമായിട്ട് നടത്തിയിരുന്നു. പിന്നെ നമ്മൾ വലിയ ഇതിലൊന്നും പോയില്ല. പക്ഷെ ഇങ്ങനൊന്നും ആയ പോരാ, മൊത്തത്തിലൊന്ന് വിളിച്ചിട്ട് നല്ലൊരു സംഗമം നടത്തണം. അതാണ് നമ്മളെ. എന്നാലും എല്ലാവരും കൂടി ഒന്ന് കൂടിയാൽ ഒരു സന്തോഷമാണ്. എന്നിരുന്നാലും നമ്മളെ കൂടുതൽ ഇപ്പം മരണപ്പെട്ടു പോയ ഹുസൈനുണ്ടല്ലോ, നമ്മളെ കൂടുതൽ 7 ആൾ മരിച്ചിരിക്കണം. അതിൽ ആദ്യം മരിച്ചത് മുഹമ്മദ് സിരാരാണ്. ഓനെ കലിമ ചെല്ലുമോ എന്നുള്ളത് നമുക്കറിയില്ല. ഓനെ മരിച്ചു കിടക്കുന്ന രാത്രി കിടന്ന് നേരം വിളിക്കുമ്പോൾ നമ്മൾ കാണുന്നത് സുബൈക്ക് ഇന്നെന്ന് വിളിക്കുന്നുണ്ട്. രാത്രി എടുത്ത പൊലച്ചേരം വന്നിട്ട് ഞാൻ തോട് ചാടി കിടന്നാണ് വിളിക്കുന്നത്. എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നെ വിളിക്കുക, മുഹമ്മദ് കുട്ടി മിണ്ടില്ല എന്ന് എന്നോട്. ഞാൻ ഡ്രസ്സ് ഇട്ടില്ല, തുണി മാത്രം എടുത്തിട്ട് ഞാനും ആ തോട്, അന്ന് തോടുണ്ടാടെ, അത് ചാടി കിടന്നാണ് ഞാനും പോയത്. ഇവിടെ വന്ന് നോക്കുമ്പോൾ കിടക്കുന്നുണ്ട്. ഞങ്ങൾ വേഗം എടുത്ത് കാഞ്ഞ് കൊലായി കിടത്തി. പിന്നെ അതിൻ്റെ വേണ്ട ശുശ്രൂഷയൊക്കെ ചെയ്ത്. പക്ഷേ ഒന്നും കലിമ ചെല്ലുമോ ഇല്ലെന്ന് നമുക്കറിയാം. പിന്നെ രണ്ടാമത്തെ ഒന്നിൻ്റെ അനുജനാണ്, അതും കലിമ ഇല്ലയോന്നറിയാം. സുബൈക്ക് നിസ്കരിക്കുമ്പോഴാണ് ഓൻ കുഴഞ്ഞ് വീട് ഇവിടുന്ന് പള്ളിയിൽ നിന്ന്. അതപ്പോൾ ഓക്കാട് പോയിട്ട് പിന്നെ ഓനും മരിച്ചിട്ട് അങ്ങോട്ട് പോകുന്നത്. കലിമ ഇല്ലയോന്നും അറിയില്ല. പിന്നെ മൂന്നാമത്തെ ഭീഷണിയാണ്. ഭീഷണി മരിച്ചതും നിന്ന് നിൽപ്പുന്ന ഒറ്റയടിക്ക് ആക്സിഡൻ്റായി മരിച്ചു. ഇതൊക്കെ മരിച്ചാലും പിന്നെ ബാക്കിയുള്ളവരൊക്കെ മരിച്ചിരിക്കണം. ഹുസൈൻ ഇപ്പം മെഞ്ഞാന്ന് മരിച്ചാണ്. എങ്കിലും നമ്മളെ പള്ളി ഇത്രയും കാലത്തിൻ്റെ ഇത്രയും കൊല്ലത്തിനിടയിൽ ഒരു മയ്യത്ത് നിസ്കാരം ഫുള്ളായത് നമ്മൾ ഈ മയ്യത്തിലാണ്. ഒരു 5-6 മയ്യത്തിലാണ് ഒന്നുകൊന്ന് വെച്ചായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതാ വെച്ചാൽ പള്ളി നിറയെ ആളാണ്. ഭീഷണിൻ്റെനും ഇത് ഹുസൈനും എല്ലാം തന്നെ എല്ലാവരും. എന്നിരുന്നാലും നമ്മളെ ഈ കുടുംബത്തിൻ്റെ ഐക്യമാണ്. കുടുംബം വലുതായിട്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. നാട്ടുകാരുണ്ട് എങ്കിലും കൂടിയിട്ട് കുടുംബം വലുതാണല്ലോ. കണ്ടിയിൽ കുടുംബം എന്ന് പറഞ്ഞാൽ വലിയ കുടുംബം, ചെറുതൊന്നുമല്ല. ഇവിടെ അടുത്ത് ഇവിടെ ഏടിയില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ കേട്ട അറിവിനനുസരിച്ച് ഇപ്പം മുക്കത്ത് വലിയ കുടുംബക്കാരാണ്. പക്ഷേ എന്നാലും വയലുകാരും ഇവിടേക്ക് എത്തൂല എന്നാണ് എൻ്റെ അഭിപ്രായം. കണ്ടിയിൽ കുടുംബത്തിന് എത്തൂല. ഏതായാലും കുടുംബം വലിയ കുടുംബമാണ്, നല്ല സന്തോഷമാണ്. പക്ഷേ എങ്കിൽ എന്നാലും നമ്മളെ വാപ്പാർ പഴയ കാലത്ത് 5 ആളാണല്ലോ, 2 പെങ്ങന്മാരും ഉള്ളത്. അവർ നേരം വെളുത്ത് വൈകുന്നേരം ആവണേരുന്ന ഇപ്പം തന്നെ. കാരണം രാവിലെ തോർത്തുകൊണ്ടിട്ട് ഇറങ്ങിയാൽ ഒരു 4 മണി വരെ വസർ ബാങ്ക് വരെ ഒരു വയലോ പറമ്പിലോ ഉണ്ടാകുക പണിക്കാരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അസർ നിസ്കാരത്തിന് കണക്കാക്കി കുളിച്ച് വരുമല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ നിസ്കരിച്ച് പിന്നെ ചോറൊക്കെ തിന്ന് പിന്നെ പള്ളിയിലേക്ക് അവർ പോവുക. വൈകുന്നേരം പള്ളിയിലുണ്ടാവും. ഇതാണ് ഓലെ ജീവിതം. ഈ 4-5 ആൾ ജീവിതം അതാണ്. അതേ രീതി പള്ളിയായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ പോവുക. അപ്പം അഞ്ചൻ പറഞ്ഞോണം, ആദ്യം ഇങ്ങനെ ചെത്തുകടവും മറ്റിടത്തുമൊക്കെ പോകണമെങ്കിൽ ഇവിടെ പള്ളി ഉണ്ടാക്കിയാൽ ഇങ്ങോട്ട് ഇതിൻ്റെ ബാക്കിൽ നിന്ന് വേറിട്ടിട്ടില്ല. പക്ഷേ 4 ആൾ നയിപ്പാരാണ്. എൻ്റെ വാപ്പ മാത്രമേ ലേശവും അന്നേ മൂപ്പരുപ്പായിട്ട് നടക്കൽ.
എല്ലാത്തിനും ഒരു മേലാളായിട്ട് ഒരു മധ്യസ്ഥനായിട്ട് നാട്ടിലൊരു കാരണവരായിട്ട് നടക്കണുണ്ട് അപ്പ. മറ്റോലൊക്കെ പണി ഇങ്ങനെ എടുക്കുന്നുണ്ട് പോണ് അതിനുണ്ട്. ഏതായാലും അവർ പണിയെടുത്ത് ഇങ്ങനെ പോകും. വാപ്പാണ് ഈ എല്ലാ പുറത്തുള്ള കാര്യവും ഒരു പഞ്ചായത്തോ ഒന്നാമത്തെ വിദ്യാഭ്യാസം ആർക്കും ഇല്ല. എൻ്റെ ചാപ്പാർക്ക് ആർക്കും വിദ്യാഭ്യാസമല്ല. വാപ്പക്ക് മാത്രമേ ജയിലിൽ പോയി പഠിച്ചാന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും വാപ്പക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്. അത്യാവശ്യം എഴുതാനും വായിക്കാനും ആരോട് സംസാരിക്കാനും പഠിച്ചിരുന്നു വാപ്പ. എന്ത് മധ്യസ്ഥനായാലും മൂപ്പര് പോകലുണ്ട്. അന്ന് മരിക്കുന്നവരെ അങ്ങനെയാണ് മൂപ്പര് പോയത്. ഇവർ എന്ന് പറഞ്ഞാൽ നയിപ്പ വൈകുന്നേരം ആകുമ്പം പള്ളി കാണണം. എല്ലാവരും നാട്ടിൽ അന്ന് പുറകെ കുറവാണല്ലോ. ഈ നാട്ടിലുള്ള എല്ലാ വീട്ടിലും വന്നിട്ട് പള്ളിയിൽ വന്നിട്ടില്ല വീട്ടിലേക്കാണ് പോവുക. ഇവര് ചവാര് രണ്ടാൾ അതിനായിട്ട് മെനക്കെടുക. പോലീസുകാരാ അതിൽ ഗൾഫിൻ്റെ മാതിരിയാണ്. ഓരോ ഉത്തമന്മാരായി ഇങ്ങനെ പോവുക. പള്ളിയിൽ വന്നില്ലേ ദർസിൽ ഓതാൻ വന്നിട്ടില്ലെങ്കിൽ അവരെ വീട്ടിൽ പോവുക. ഇന്നൊക്കെ 3-4 പ്രാവശ്യം കട്ടാങ്ങല വളവെന്നൊക്കെ എന്നെ പിടിച്ചിട്ട് വന്നു. ഞാൻ പള്ളി പോയിട്ട് പാർത്തിച്ച് കൊണ്ടുപോയി എന്നെ പിടിച്ച് കഴിഞ്ഞ് പിന്നെയും കൊണ്ടാക്കും പള്ളിയിൽ. ഞാൻ ആദ്യം കുറച്ച് കള്ളാനാണ് പഠിക്കുന്ന കാര്യത്തിൽ ബസ്സിലോട്ടാണ്. ഇവർ നേരം വെളുത്ത് വൈകുന്നേരമാണ് ഇത് നയിക്കണം. കാരണം വെച്ചാൽ നേരം വെളുത്തിട്ട് ഇറങ്ങുക, തോർത്തുകൊണ്ട് കൊടുത്തിട്ട് ഒരു പാദപ്പിയാണ് കയ്യിലുള്ളത്. ഇവര് കാരണം എൻ്റെ കാരണവരൊക്കെ അതിൻ്റെ ആളാണ്, മൂത്ത ആളാണ്. ഞാൻ ഇതിലൊക്കെ ലക്ഷം വയ്യോട്ടാ. എല്ലാ പണിയും എനിക്ക് അറിയാം. എങ്കിലും കൂടിയിട്ട് ഇവരിടയിൽ കഴിച്ചിലാണ് യാതൊരു രക്ഷയില്ല. ചുരുക്കം പറഞ്ഞാൽ നേരം പുറത്ത് പോകാനായിട്ട് പൈസയില്ല. എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ എങ്കിലിരുന്നാലും ഞാൻ വില കൊടുത്തൊന്നും വല്ലേ തടി ഉരി വല്ലേ ലോറി പണിക്ക് പോയി ഞാനത് പഠിച്ച് ഞാൻ വല്ല പുറത്ത് തടി ഞാൻ പുറത്തുകൂടി ഇറക്കൽ തുടങ്ങി. ബലി നേരം പുറത്ത് വൈകുന്നേരമാണ് ദൈപ്പ് തന്നെ ആവില്ല. ഞങ്ങളെന്താ പറയുന്നത്, ഉച്ചവരെ കന്നു കൂട്ടണം, ഉച്ചയ്ക്ക് ശേഷം പുല്ലരിയാൻ പോകണം, വൈകുന്നേരം വന്നാൽ പള്ളിയിൽ കാണാഞ്ഞാൽ അതിനും പയ്യേക്ക് കൂടും. ഇനി ഒരു സൗകര്യമില്ല ഇവരെ കൊണ്ടേ. അപ്പോൾ ഒന്ന് കഴിച്ചിലാണല്ലോ വിചാരിച്ചാൽ ഞാൻ പോയത്. ഏതായാലും പുറത്ത് കിടന്നു കഴിഞ്ഞ് ഉള്ളത് പറയാണ്ട് പുറത്ത് കിടന്നു കഴിഞ്ഞാൽ ഞാൻ ഡ്രൈവറായി. പിന്നെ എന്നെ ഈ പഠിക്കാൻ കിട്ടിയില്ല ചുരുക്കം പറഞ്ഞാൽ. പിന്നെ ഇപ്പോൾ അടുത്ത് കുടുങ്ങിയെന്ന് പറഞ്ഞാൽ പിന്നെ പ്രസിഡൻ്റാക്കി പള്ളിയിൽ തിരിവോ അല്ലോ 21 പിന്നെ അത് വിടാതെ പിന്നെ ഇപ്പോൾ നല്ല നിലക്കിലാണ് പോകണം കേട്ടോ. അന്ന് പിന്നെ ലോറിപ്പണിയൊന്നും ഇല്ലല്ലോ. അങ്ങനെയാണ് ഇപ്പോൾ പോണ ജീവിതം. പക്ഷേ ഈ കോലത്തിലാണ് നമ്മളെ വാപ്പാർ നടന്നിരിക്കുന്നത്. അവർ നടന്ന ആ മക്കളാണ് പറഞ്ഞത്. ആ മക്കൾക്ക് ഇന്നത്തെ കാലം മക്കളെ അനുസരിച്ച് അന്ന് വിദ്യാഭ്യാസം കുറവാണ് വാപ്പാർക്ക്. ഓല ജീവിതം അങ്ങനെയാണ്. ആ ശൈലി കൊണ്ടും ആ കുടുംബത്തിലെ മൊത്തൊരുമ കൊണ്ടും കൂടിയാണ് ഞങ്ങൾ ഇന്നിപ്പോൾ എല്ലാവരും ഇത്രയും പോര ഇവിടെ ഉണ്ടല്ലോ. ഞങ്ങളൊക്കെ ഓല സ്ഥലത്താണ് പോരണ്ടാക്കിയത്. മക്കളൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഇത്രയും പോരാ ഓല സ്ഥലത്താണ് പോരണ്ടാക്കി. പക്ഷെ ഇവരെ ആരും സ്വന്തം വാങ്ങിയിട്ട് ഒരു വീടുണ്ടാക്കിയില്ല. ഒറ്റയും തെറ്റിയൊക്കെ ഒന്നുണ്ടൊക്കെ ഉണ്ട് എന്നല്ലാതെ സൗകര്യത്തിന് വേണ്ടിയിട്ട് പോയതാണ്. എന്നിട്ട് വീടുണ്ടാക്കാൻ സ്ഥലമില്ലായിട്ട് പോയതല്ല. അതാണ് ഇപ്പോൾ ഓലെന്ന ഇപ്പോണ്ടാണ് ഞങ്ങൾ ഈ പേരും കേട്ട് കഴിഞ്ഞ് ഇന്നത്തെ കാലം നടക്കാൻ കഴിയുന്നത്. കണ്ടിയൽ കുടുംബം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പേര് കേട്ട കുടുംബമാണ്. എല്ലായിടത്തും എവിടെ ചെന്നാലും ഒരു മാന്യത ഉണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ലേശം ഐക്യം കുറഞ്ഞ കോലുണ്ട്. ഇപ്പോൾ മൊത്തത്തിൽ ഒരൈക്യം ലേശം കുറവാണ്. ബാക്കിയൊക്കെ റെഡിയാണ്. പക്ഷെ എന്നിരുന്നാലും പുറത്തേക്കൊക്കെ കാണണമില്ല. ഉള്ളിൽ കൂടിയുള്ള ഐക്യം കുറവേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇതാണ് ഇപ്പോൾ സ്ഥിതി. ഈ കോലത്തിലാണ് പോണേ. പക്ഷെ ഇൻഷാ അല്ലാഹ് എല്ലാവരും കൂടി ഒന്ന് യോജിച്ച് സന്തോഷപരമായിട്ട്. പിന്നെ അസൈന് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞപ്പം എൻ്റെ അനുജൻ മരിച്ചില്ലേ മെഞ്ഞാന്ന്, ഓൻ്റെ 3 ഇപ്പം നാളെ. പക്ഷെ ഓൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇവർ പറയുമ്പോൾ തന്നെയാണ്. ഓന് വീട്ടിൽ ഒരു പയ്യുണ്ട്, നല്ല പയ്യും ഉണ്ടാവും. ഈനെ നോക്കി നടക്കുക എന്നല്ലാതെ വേറൊരു പണിക്കോ ഒരാളോട് ബുദ്ധിമുട്ടായനോ ഓനൊന്നിനും പോവില്ല. ഒരു കാര്യത്തിനും ഞാൻ ആര് വന്നാലും വണ്ടിയിൽ വന്നാലും പോയില്ല വർത്താനം പറഞ്ഞ് ചോദിച്ച് തോനെ വർത്താനം പറ്റത്തിട്ടുണ്ടാവില്ല. എൻ്റെ വീട്ടിൽ നിന്നാണ് സ്ഥിരമായിട്ട് അവൻ പുല്ലരിയുന്നത്. രാവിലെ ആടെ ഒരു 2-3 വന്ന് പുല്ല് അരിയും അത് കഴിഞ്ഞിട്ട് പോവും. എപ്പോഴെങ്കിലും പയ്യൻ്റെ നാടെ കൊണ്ട് കെട്ടലുണ്ട്. ആദ്യമൊക്കെ എപ്പായി കെട്ടാനും സ്ഥലമില്ല, കാരണം തെയ്യച്ചനും കൊണ്ട്. ഇതാണ് ഓൻ്റെ പോക്ക്. ഒരാളോട് ഒരു ശല്യവും ഇല്ല. പറഞ്ഞോളം തന്നെയാണ് ഒരു മെമ്പർ ഇപ്പോൾ പള്ളിയിൽ നിന്ന് തന്നെ കുറഞ്ഞു ചെയ്യുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ ഒരു മെമ്പറുള്ളത് ഇപ്പോൾ ഒരു കാതറളിയാണ് അവിടെ ഉള്ളത്. സ്ഥിരമായിട്ട് പോകണമല്ലോ അപ്പോൾ പറയുന്നത്. ഇല്ലാത്തവന് നമ്മളെപ്പോഴും പോകുന്നുണ്ട്. അതല്ല, ഇവർ സ്ഥിരമായിട്ട് സമയത്തിന് ഓക്കത്തിന് ആടെത്തുന്ന ഒരാളിപ്പോൾ ഉള്ള അസൈനുമാണ്. രണ്ടാമത്തെ കാതറളിയാനോ ആദ്യമല്ല കേട്ടോ, ഇപ്പോൾ കാതറളിയാണ്. അങ്ങനെയാണ് ഇപ്പോൾ സ്ഥിരമായിട്ട് പോകണം. മറ്റ് ഞാൻ എല്ലാവരും പോകില്ല എന്നല്ല പറയുന്നത്. എല്ലാ ഒക്കത്തിനും ആടെത്തണ പോലെ അപ്പം അറിയുന്നത് ഞാൻ. ഇതാണ് സേഫ്.
ഏതായാലും ഹൈറാക്കി കൊടുക്കട്ടെ ആ കാര്യത്തിൽ. അല്ല പറഞ്ഞ എല്ലാവർക്കും മറ്റുള്ളത് ആരും ഇപ്പം ഞാൻ പറഞ്ഞ മരിച്ച കൂടുതലേ അവർക്കാർക്കും കെലിമല്ലോ എന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല. 3 വയ്യത്തേ ഉള്ളൂ പറയുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഉണ്ട്. പക്ഷേ ഇതാണ് പോലൊക്കെ സ്ഥിതി. നമ്മൾ നല്ല കുടുംബമായതിനെ കൊണ്ട് വളരെ സന്തോഷമാണ്. കുടുംബമാണ്. കാര്യങ്ങൾ ഇങ്ങനെയാണ് നമ്മുടെ സ്ഥിതി. ഏതായാലും ഹയറാക്കി കൊടുക്കട്ടെ. എല്ലാവരും സന്തോഷമുണ്ട്. എല്ലാവരും വന്നല്ലോ. നിങ്ങളൊക്കെ ഒന്ന് അരീക്കോട്ടുകാർക്ക് ഒന്ന് കാണാനായി. ഇതൊന്നും നമുക്ക് എനിക്ക് പരിചയമല്ല നിങ്ങളത്. എൻ്റെ ബാക്കിയുള്ള എല്ലാവരും പരിചയമുണ്ട്. എന്നിട്ട് ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.